നിങ്ങളുടെ ബിസിനസ് നല്ലതായിരിക്കാം, പക്ഷേ കൂടുതൽ ആളുകൾ അത് അറിയേണ്ടതില്ലേ? അതാണ് ഹിഡൻ നോ മോർ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. മലയാളി ബിസിനസ് ഓണേഴ്സിനെ കാണപ്പെടാനും കണ്ടെത്തപ്പെടാനും ഓൺലൈനിൽ വളരാനും സഹായിക്കുക. Get seen, get found, grow online. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ബിസിനസ് പാർട്ട്നേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സ്, ടീം മെമ്പേഴ്സ് എന്നിവരെയും ക്ഷണിക്കൂ. കൂടുതൽ കസ്റ്റമേഴ്സ്, കൂടുതൽ എൻക്വയറീസ്, കൂടുതൽ സെയിൽസ്, കൂടുതൽ ഗ്രോത്ത്. ജൂം ലിങ്ക് ചാറ്റ് ബോക്സിൽ ലഭ്യമാണ്. ഈ ലൈവ് സെഷൻ പൂർണ്ണമായും ഫ്രീ ആണ്. നമുക്ക് കൂടുതൽ മലയാളി ബിസിനസ് ഓണേഴ്സിനെ വളരാൻ സഹായിക്കാം. കുറച്ചു നിമിഷങ്ങൾക്കകം ഇന്നത്തെ ലൈവ് സെഷൻ ആരംഭിക്കും. Get seen, get found, grow online. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം. ഹാപ്പി വെൽക്കം എവരി വൺ. ഇന്ന് നമ്മൾ ഡേ 15 15th ഡേ ആണ് ഇന്നത്തെ ക്ലാസ്. സോ ഇതിലൂടെ നമ്മൾ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ബൂസ്റ്റ് പോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. സോ നിങ്ങൾ എത്ര പേര് ബൂസ്റ്റ് പോസ്റ്റ് ട്രൈ ചെയ്തു? സക്സസ് ആയോ ഇല്ലയോ എന്നല്ല, ബൂസ്റ്റ് പോസ്റ്റ് നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് അതൊന്ന് മൊബൈലിലെടുത്ത് ട്രൈ ചെയ്തു. പ്ലീസ് ടൈപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾ ആരൊക്കെ ട്രൈ ചെയ്തു എന്നറിയാൻ. കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ PSCക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടുകൾ മാറ്റിയിട്ട് അതാണ് നമ്മൾ ഈ ബുക്കായിട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് സാറ് ആപ്ലിക്കേഷൻ ചെയ്തില്ലെങ്കിലും നമുക്ക് നെക്സ്റ്റ് മന്ത് ഒക്കെ നമുക്ക് വെബ്സൈറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വെബ്സൈറ്റ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരു പേജല്ല, ലാൻഡിംഗ് പേജ് മാത്രമേ. ഇത് ലാൻഡിംഗ് പേജ് അല്ല, കംപ്ലീറ്റ് സാറിന് അൺലിമിറ്റഡ് ആയിട്ട് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സാറിന്റെ. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ അത്? അല്ലല്ല, സാറ് പറഞ്ഞോളൂ, ഓക്കെയാണ്, നോ വറീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ ബാക്കി ഈ ക്ലാസ് കാണുന്നവർക്കും റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവർക്കും എനിക്ക് ചോദിച്ചാൽ ഇവിടുന്ന് ഉത്തരം കിട്ടും എന്നൊരു മെസ്സേജും കൂടിയാണ് സാറ് കൊടുക്കുന്നത്. കാരണം സാറ് തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും വന്നിട്ടില്ല, സംസാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സാറ് വീഡിയോയിൽ വന്ന് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കൺഗ്രാജുലേഷൻ. കാരണം ഓരോ ദിവസവും ഓരോരുത്തരും മുമ്പേ വന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അത് ഇൻസ്പിറേഷനാണ്. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി വെൽക്കം എവരി വൺ. ഇന്ന് നമ്മൾ വിലേജ് സാറുമായിട്ട് കുറച്ചധികം നേരം, ഓൾമോസ്റ്റ് 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അത് നമ്മുടെ ഈ ക്ലാസ്സിനും അതേപോലെ തന്നെ വിലേജ് സാറിനും അതേപോലെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷനാണ്. കാരണം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വീഡിയോകളിൽ വരാറില്ല, മ്യൂട്ടായിരിക്കും അല്ലെങ്കിൽ വീഡിയോ ഓഫാക്കി വെച്ചേരുന്നത്. പക്ഷെ അതൊരു സാറിൻ്റെ ആ ഒരു ചേഞ്ച് ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൂടെ ആകട്ടെ. പിന്നെ അതേപോലെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, വീഡിയോസാണ്. സാറ് പല സമയത്തും പല ആടുകളും പരീക്ഷിച്ചിട്ടുണ്ട് യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ട്. ഈ കണ്ടന്റ് എല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. വിലേജ് സാറ് പറഞ്ഞത് വളരെ തികച്ചും സത്യമാണ്. അതല്ല, മെജോറിറ്റി ഓഫ് സ്റ്റുഡൻറ്റും, ഈ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻറ്റും പലപ്പോഴായും യൂട്യൂബിലും അതേപോലെ റീലിലും ഒക്കെ കുറേ കാര്യങ്ങൾ കണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ്റെ ഉദ്ദേശം, നിങ്ങൾ പല സ്ഥലത്തുനിന്ന് പഠിച്ച കാര്യങ്ങളുണ്ടാകാം, പക്ഷെ അതൊരു ഓർഗനൈസ് ചെയ്ത് നിങ്ങളെ ഒരു സിംഗിൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഇപ്പോൾ വീഡിയോ ആഡാണ് ഏറ്റവും പോപ്പുലറായിട്ട് റിസൾട്ട് കൊണ്ടുതരുന്നത്. അത് മെറ്റാ ആഡ്സും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സും അത് തന്നെയാണ് പറയുന്നത്. സോ നമുക്ക് ഇന്ന് വീഡിയോ എങ്ങനെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ ഹുക്ക് ക്രിയേറ്റ് ചെയ്തു, ദെൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബൂസ്റ്റ് പോസ്റ്റ് കൊടുത്ത് എങ്ങനെ ഫേസ്ബുക്കിൽ ക്യാഷ് മുടക്കി ഒരു റിസൾട്ട് കണ്ടെത്താം എന്നും കൂടെ ജസ്റ്റ് നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എല്ലാവരും തുടക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ക്ലാസ് അഗൈൻ നെക്സ്റ്റ് മന്തും കൂടി ആകുമ്പോഴത്തേനും നിങ്ങളൊരു പ്രോ ലെവലിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ ചെയ്യാൻ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ അതേപോലെ സാറ് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, വീഡിയോ ആഡിൻ്റെ കിട്ടുന്ന റിസൾട്ട്. അതേപോലെ സാറ് ഏകദേശം 2x വീഡിയോ ആഡിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടിയോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി, പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റി. അതും നമുക്കുള്ള നല്ലൊരു ഇൻസ്പിറേഷനാണ്. കാരണം
ആ ഒരു സ്വന്തമായിട്ട് പഠിച്ച് 2x റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മെത്തേഡ് അതും കൂടെ ഫോളോ ചെയ്യുമ്പോൾ മിനിമം ഒരു 5x പ്രോഫിറ്റ് എങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും പറ്റും. ദാറ്റ് വിച്ച് അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് തുടക്കം തന്നെ 1-2 റോങ് അസംഷൻ ബ്രേക്ക് ചെയ്യാം. എല്ലാവരും സ്ക്രീൻ ഗീവ് മി എ സെക്കൻഡ്. ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. കാരണം ഇവിടെ ഇന്ന് വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 2 റോങ് അസംഷൻസ് നമുക്ക് മാറേണ്ടതുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ പരസ്യം എത്രത്തോളം സക്സസ് ആക്കാം, അല്ലെങ്കിൽ എത്രത്തോളം സ്ക്രോൾ സ്റ്റോപ്പിംഗ് ആയി നമ്മുടെ കസ്റ്റമർ നമ്മുടെ മുന്നിൽ സെയിലിനായി അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യും എന്ന്. സോ ഒരു റോങ് അസംഷൻ ആണ് ഇത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, അടിക്കടി പറയുന്ന റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ AI വീഡിയോ സൂപ്പറായ എൻ്റെ കസ്റ്റമർ വാങ്ങും. അവർ സൂപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള എന്നൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു ഹുക്ക്. ആ ഒരു പർട്ടിക്കുലർ ഹുക്ക് കസ്റ്റമറിനെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നതാവണം വീഡിയോ. ഒന്നും കൂടെ പറയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ആ ഹുക്ക് നമ്മൾ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഹുക്ക് എക്സാക്ട്ലി കസ്റ്റമറുടെ മനസ്സിൽ കസ്റ്റമറുടെ ഇമോഷനെ ടച്ച് ചെയ്യുന്നതായിരിക്കണം. സോ ഹിറ്റ്ക്ലിക്സിൻ്റെ മാർക്കറ്റിംഗ് തിയറി തന്നെയാണ് നമ്മളെ DDD മാർക്കറ്റിംഗ് എന്ന് പറയും, ഡിസയർ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എപ്പോഴെങ്കിലും നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നത് മുഴുവനായിട്ടും ലോജിക്കലി ആണോ എന്ന്. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമോഷൻ, ദാറ്റ് മീൻസ് ഉദാഹരണം പറയാം, ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാം എന്നൊരു പ്രതീക്ഷ, ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്, ആ ഹോപ്പിൻ്റെ ബേസിലാണ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ പ്ലീസ് ടൈപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്. താങ്ക് യു വെരി മച്ച്. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസയർ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തിയറി. നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്നത് നമ്മുടെ ഒരു ഇമോഷൻ്റെ ബേസിലാണ്. അതിനുശേഷമാണ് നമ്മൾ ലോജിക്കലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു ഡ്രസ്സ് വാങ്ങാൻ, ഇപ്പോൾ അടുത്ത ഓണം വരുവാണ്. അപ്പോൾ ഓണത്തിനൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ അത് നമ്മുടെ റിലേറ്റീവ്സിനായാലും നമ്മുടെ ഫാമിലിക്കായാലും നമുക്ക് സ്വന്തമായാലും നമ്മളെ ഡ്രസ്സ് വാങ്ങുമ്പം നമ്മളെ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇടുന്ന ആളെ ആ ഓണത്തിൻ്റെ ദിവസം കാണുന്ന ഒരു ഫീലുണ്ട് നമ്മുടെ മനസ്സിൽ, ഒരു ഹാപ്പിനെസ്. ആ ഇമോഷന് വേണ്ടിയാണ് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിക്കൊടുക്കുന്നത്. കാരണം ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ഓരോരോ ബിസിനസ്സും ശരിക്കും വർക്കാവുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കസ്റ്റമർ സൈക്കോളജി പഠിപ്പിച്ചത്. കാരണം അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ChatGPT തരുന്നതിനേക്കാളും ഒരു പടിക്ക് മേലെ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ChatGPT തരുന്ന ഹുക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ, അപ്പോൾ അതിൽ ഇന്നൊരു എലമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹിറ്റ്ക്ലിക്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിസയർ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോർ ഫോർമുല പറഞ്ഞുതരാം. അട്രാക്റ്റ് ഇൻ 3 സെക്കൻഡ്. നമ്മുടെ ഒരു പോസ്റ്റർ, വീഡിയോ ഒരു കസ്റ്റമറുടെ മുമ്പിലൂടെ പോകുമ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിൽ അവർക്ക് ആ വീഡിയോയായിട്ട് ഒരു അട്രാക്ഷൻ തോന്നണം, ഒരു കണക്ഷൻ തോന്നണം. പിന്നെ അവരുടെ പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്ങിനെ അത് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അവരുടെ പ്രോബ്ലംസെ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫീലിങ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി അതിലുണ്ടാവണം. അപ്പം സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ പോലെ പണ്ടൊരു സ്ഥലത്ത് സംതിങ് അങ്ങനെയല്ല. ഒരു പിക്ചർ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ കണ്ടു, പോസ്റ്റർ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പോസ്റ്ററിൽ സിംപിളി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 3 സെക്കൻഡിൽ നമ്മുടെ കസ്റ്റമറെ നമ്മൾ കണക്ട് ചെയ്തു. ദെൻ അവരെ ഇമോഷൻ ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി അതിലുണ്ടാവണം. പിന്നെ ഫൈനലി നമുക്ക് എന്താ വേണ്ടത്? ഇത് രണ്ടും കസ്റ്റമർ ഹാപ്പി ആവും. ഫൈനലി നമുക്ക് വേണ്ടത് അവർ നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് വാങ്ങണം, ഇതെനിക്ക് വേണം എന്ന് ഒരു ചിന്ത അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ മേടിച്ചാലേ എനിക്കിത് കിട്ടുള്ളൂ.
ഇതാണ് ഹിറ്റ് ക്ലിക്സിൻ്റെ സ്ട്രാറ്റജി ഫോർമുല. അതുകൊണ്ടാണ് DDD മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക. ഇത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഉരുവിട്ട് പഠിക്കുക എന്ന് തന്നെ പറയാം. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക. അടുത്തത് അവരുടെ ഇമോഷനെ ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കുക. ദെൻ ഫൈനലി അവരെ ബൈ ചെയ്യാൻ വേണ്ടി ടെംപ്റ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക. അപ്പോൾ അവർ ബൈ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കാര്യങ്ങൾ ലിങ്ക് ആണെങ്കിലും വാട്സപ്പ് നമ്പർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും അതെല്ലാം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊടുത്തിരിക്കണം. ആ കൊടുക്കുമ്പോഴാണ് അവരുടെ കണക്ഷൻ ബ്രേക്ക് ആവുന്നതിന് മുമ്പ്. അത് കുറഞ്ഞ സെക്കൻഡേ ഉള്ളൂ അവർ ആ ഇമോഷണലി കണക്റ്റ് ആയിരിക്കുന്ന ആ സ്റ്റോറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദെൻ അവർ നമ്മളുടെ അടുത്തുനിന്ന് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഞാൻ 1-2 AI വീഡിയോ സാമ്പിൾ കാണിച്ചു തരാം. ഒന്ന്, നിങ്ങളെല്ലാവരും നമ്മുടെ വെയിറ്റിംഗ് റൂമിൽ നിൽക്കുമ്പോൾ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ്ലി AI ബിൽഡ് ചെയ്തതാണ്. കംപ്ലീറ്റ്ലി AI. അതിൻ്റെ വോയിസ് ആണെങ്കിലും എവറിത്തിങ്, പിക്ചർ, വീഡിയോ, മ്യൂസിക്, എവറിത്തിങ് നമ്മൾ AI-യിലാണ് ചെയ്തത്. അതേപോലെ വേറെ 1-2 ചെറിയ വീഡിയോസ് കാണിച്ചു തരാം. Let me share my screen. Share also. സോ ഇതാണ് ആദ്യത്തെ വീഡിയോ. നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ ഇൻട്രോയിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ. ആ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മെനി സ്ലൈഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇത്രയും സ്ലൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തൊരു ചെറിയ റിസോർട്ടിൻ്റെ ഒരു വർക്ക് കാണിച്ചു തരാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നില്ലേ? സോ ഇത് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനിൽ കാണിച്ചു. അടുത്തൊരു വീഡിയോ, ഒരു ലേഡി നടന്നു വരുന്നു. സോ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു സിംഗിൾ വേർഡ് കമൻറ്റ് ചെയ്യാവോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വേർഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ വീഡിയോ നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്. കാരണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ വളരെ ഈസിയായി അല്ലെങ്കിൽ പാഷനേറ്റായി ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് മുമ്പ് ഒരു സിനിമാറ്റിക് വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൃദയം നിശബ്ദമായി നിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ലോകം മൗനമായി. നിന്റെ ചിരിയിലൊന്നും ഞാൻ മെല്ലെ അലിഞ്ഞു പോയി. പറയാത്ത പ്രണയം ഉള്ളിൽ നിറഞ്ഞു പോയി. മിഴികൾ മെല്ലെ നിന്നിലാർന്നു പോയി. നിന്റെ ഒരു നോട്ടത്തിൽ ഞാൻ മറന്നു. അടുത്തു നീ നിന്ന നിശബ്ദ നേരം എന്റെ ഹൃദയം നിന്നിലായി. നീ വന്ന നിമിഷം ഞാൻ നിന്നിലായി. നീ വന്ന നിമിഷം ഞാൻ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടത് ഒരു ആൽബത്തിന്റെ AI വീഡിയോ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ആൽബം, നമ്മുടെ ടീം തന്നെ ചെയ്തൊരു ആൽബമാണ്. സോ അതിന് നിങ്ങൾ
ഔട്ട് ഓഫ് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. യാ, താങ്ക് യു സോ മച്ച്. സോ ഇതേപോലെ ഇപ്പോൾ അവിടെ മോഡൽസ് ഇല്ല, അതായത് നായകനും നായികയും വേണ്ട, നായകനും നായികയും വേണ്ട, ക്യാമറ വേണ്ട, ക്യാമറമാൻ വേണ്ട, ആർട്ട് ഡയറക്ടർ വേണ്ട, വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആൾ വേണ്ട. ഏകദേശം ഇത്രയും സെക്കൻഡുള്ള ഒരു ഏകദേശം 4-5 സെക്കൻഡാണ് അതുള്ളത്. 4-5 സോറി 1.5 മിനിറ്റാണ്, 1 മിനിറ്റും 24 സെക്കൻഡും. അത്രയും ടൈമിലുള്ള ഒരു വീഡിയോ എടുക്കണമെങ്കിൽ, നിലവിൽ ഇതേപോലെ ഒരു ഷൂട്ട് എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 lakh rupees ആവശ്യമാണ്. ഇത് നമ്മുടെ വീഡിയോ AI മേക്കിംഗ് ടീം ഇത് ചെയ്തത് ഏകദേശം ഒരാഴ്ച കൊണ്ടാണ്. ഒരു സിംഗിൾ എംപ്ലോയി ചെയ്തൊരു വർക്കാണത്, അതായത് നമ്മുടെ ബെസ്റ്റ് എംപ്ലോയി ചെയ്ത വർക്കാണ്. ഓക്കെ, സോ ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പെർഫെക്ഷനോട് കൂടി നമുക്ക് AI ഉപയോഗിച്ച് ഇന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ അറ്റ്ലീസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ മിനിമം ഒരു 10 lakh rupees, ഒരു 1.5 മിനിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസാണ് തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചല്ലേ, നമ്മുടെ എഡിറ്ററിൽ റിസോർട്ടുകളുടെ അഡ്വർടൈസ്മെൻറ്റ്, അതേപോലെ തന്നെ മാളുകളുടെ പരസ്യം, അതിൽ ഓരോരോ വലിയ വലിയ ടീമുകളുടെ പരസ്യങ്ങൾ വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. സോ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് തുടങ്ങാൻ, അതിൽ ഈ ഒരു വീഡിയോ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഓരോ പ്രോംപ്റ്റും കൊടുത്തിട്ട് അതിനെ മെല്ലെ മെല്ലെ കറക്റ്റ് ചെയ്ത് റിപ്പീറ്റഡായി ചെയ്ത് ഫൈനലി നമ്മളുടെ മനസ്സിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. സോ അതിനു മുമ്പ് 1-2 കാര്യങ്ങളും കൂടെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് AI പ്രോംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചു തരാം, അല്ലെ പറഞ്ഞു തരാം. ഗിവ് മീ എ സെക്കൻഡ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു പ്രീവിയസ് സ്റ്റുഡൻറ്റ്, ഒരു ബൊട്ടീക്ക് ഓണർ പറഞ്ഞ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നാവാം നമ്മുടെ ഈ ക്ലാസ്. സോ ലാസ്റ്റ് ഇയറിൽ നമുക്ക് വന്ന ഒരു കസ്റ്റമറാണ്. പിന്നീട് അവർ നമ്മുടെ സ്റ്റുഡൻ്റ് ആവുകയും അവർ ഇപ്പോൾ അവരുടെ ബുട്ടീക്കിൻ്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ ഈസിയായി ചെയ്യാൻ പറ്റും. വളരെ ലോ കോസ്റ്റിലാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, പ്രോഫിറ്റ് കൂടി. അപ്പോൾ വന്നപ്പം അവരുടെ അവസ്ഥ ഇതായിരുന്നു, അവർ മന്ത്ലി ഒരു 2-3 വീഡിയോ അവർ AI യൂസ് ചെയ്ത് ചെയ്യും, ഏജൻസിക്ക് കൊടുത്താണ്. അപ്പോൾ ആവറേജ് ബുട്ടീക്ക് ആകുമ്പം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു ചെറിയ വീഡിയോ കൊണ്ട് അവർക്ക് ഒന്നും തന്നെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനോ കസ്റ്റമർക്ക് ഒരു ഫീലിംഗ് കൊടുക്കാനോ പറ്റില്ല. സോ കുറച്ചും കൂടെ പ്രോ ആയിട്ട് ചെയ്യണം. അപ്പോൾ അവർ ആവറേജ് സ്പെൻഡ് ചെയ്തത് ഒരു വീഡിയോയ്ക്ക് 4,000 to 5,000 ആണ് ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു മാസം ഒരു 3 വീഡിയോ അവരുടെ അക്കോർഡിംഗ് ടു കളക്ഷനെ സംബന്ധിച്ച് അവരൊരു 3 വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ബൈ നിയർലി ഒരു 15K 15,000 രൂപ അവർക്ക് അതിന് മാത്രം സ്പെൻഡാണ്. ദെൻ അവർ അതിന് ക്യാമ്പയിൻ ബൂസ്റ്റ് പോസ്റ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവർ ചെയ്തിരുന്നത്. പക്ഷേ ഇവർക്ക് ഈ 15,000 രൂപ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 10K ഫേസ്ബുക്ക് ആഡിലും കൂടെ കൊടുക്കുമ്പോൾ 25K മന്ത്ലി ഇവർക്ക് പരസ്യത്തിന് മാത്രം എക്സ്പെൻസ് ആണ്. ദെൻ ഇവർക്ക് സെയിലുണ്ട്, പക്ഷേ ഇവർക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ആലോചിച്ച് നോക്കുക, ഒരു മാസം 25,000 രൂപ ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഇവർക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10Kയിൽ ഒതുങ്ങി. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ ഒരു ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ കോഴ്സിൽ ഈ പറഞ്ഞ AI വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഫൈനലി അവർ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അവർ പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ, പണ്ട് ഞാൻ ഈ 15,000 കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഒരു മാസം 2 ദിവസം എനിക്ക് ആഡിന് വേണ്ടി ഇരുന്നാൽ മതി, എങ്ങനെയായാലും ഒരു ദിവസം 2-3 പരസ്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് പഴയതിനെ അപേക്ഷിച്ച് ഇപ്പം 5x ആണ്. 50,000 to 60,000 രൂപ വരെയാണ് അവരുടെ പെർ മന്ത് പ്രോഫിറ്റ് മാത്രം. സോ ഇങ്ങനെ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള AI വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇവിടെയും ചെയ്യുന്നത്. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ ഹുക്ക്, ദെൻ സ്റ്റോറി, ദെൻ പോസ്റ്റർ, ദെൻ വീഡിയോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും ഇത് വീഡിയോ ക്ലാസ്സാണ് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളൊരു ബൂസ്റ്റ് പോസ്റ്റ് ചെയ്തതെന്ന് ക്ലാസ്സിൽ. സോ ഇനി ബൂസ്റ്റ് പോസ്റ്റിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ വരുന്ന ആഴ്ചകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ
ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്ററുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ? ഇപ്പം ഷോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? കാരണം ഇന്നത്തെ ക്ലാസ് കാണിക്കുന്നത് പോസ്റ്റർ തുടങ്ങി വീഡിയോയിലേക്കാണ്. അതുകൊണ്ട് പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്നത്തെ പ്രോംപ്റ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ആ പോസ്റ്റർ നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഈ ആഴ്ച തന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ക്രിയേഷനും കാര്യങ്ങളും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വീഡിയോയും പ്രോംപ്റ്റും സെറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അവസാനം തന്നെ നമുക്ക് ചോദിക്കാം. സോ ഇന്ന് ഒരു ബൊട്ടീക്കിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. സോ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോംപ്റ്റ് ഫൈനലി റിസൾട്ട് ഏകദേശം ഇങ്ങനെയൊരു പോസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇതാണ് അതിൻ്റെ പ്രോംപ്റ്റ്, കൊടുക്കേണ്ട പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നോ വറീസ്, കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോംപ്റ്റ് നമ്മൾ ലിങ്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ഇത് ഫുള്ളായിട്ട് ഒന്നില്ലെങ്കിൽ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടുന്ന് കോപ്പി എടുക്കുക, ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ChatGPT ഒക്കെ മനസ്സിലാവുന്നത് ഏറ്റവും അവസാനത്തെയാണ്. ഇതുണ്ടോ, ഒരു .md എന്ന് പറയും. ഇനി ഇതിൽ ഏതെടുത്താലും വലിയ കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എല്ലാവരും കണ്ടിട്ടുള്ളത് ശരിക്കും PDF ആയിരിക്കും. PDF ആകുമ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2-3 PDF അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ChatGPT പറയും നിങ്ങളുടെ ഇന്നത്തെ പരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഫ്രീ ക്രെഡിറ്റ് തീർന്നു എന്ന് പറയും. അപ്പോൾ അതിലും ഈസി ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് കാണാം, അതല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ മാർക്ക് ഡൗൺ ആണ് അതിൻ്റെ പേര് .md. ഇതിലേതെങ്കിലും യൂസ് ചെയ്യാണ് ഈസി. ദെൻ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ദെൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇതൊരു ഹുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഹുക്കിൽ നിന്ന് നമ്മൾ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ പോസ്റ്ററിൽ നിന്നാണ് ഇനി നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ പോസ്റ്ററിൽ നിന്നാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ആ പോസ്റ്റർ നമ്മൾ ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോസ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ്. കാരണം ആ പോസ്റ്ററിൽ എന്താണോ ഉള്ളത് അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമുക്ക് വീഡിയോയ്ക്കുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പോസ്റ്ററിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ ലോഗോ പ്രോപ്പറായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ നമ്മളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അതുപോലെ തന്നെ ഹുക്ക് പ്രോപ്പറാണ്. പിന്നെ അതേപോലെ തന്നെ CTA കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് നമ്പറും കറക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിരിക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വീഡിയോ ChatGPT എന്നല്ല, ChatGPTയിൽ നമ്മൾ ഈ പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോംപ്റ്റ്, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കാണിച്ച പ്രോംപ്റ്റ്, അത് ഡൗൺലോഡ് ചെയ്യുന്നു. ദെൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും. ഈ പ്രോംപ്റ്റ് ഇവിടുന്ന് ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു. ദെൻ ഇവിടെ ആ പ്രോംപ്റ്റ് കൊണ്ട് കൊടുത്തേക്കാണ്. കണ്ടോ, ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ദെൻ ഇവിടുന്ന് കോപ്പി ചെയ്ത ഈ കംപ്ലീറ്റ് പ്രോംപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു പോസ്റ്റർ അനാലിസിസ്, നമ്മുടെ ഈ പോസ്റ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് ChatGPT കംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് നടക്കും. അതിനുശേഷം ഗൂഗിൾ ഫ്ലോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ AI ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് 10 സെക്കൻഡുള്ള ഒരു സിനിമാറ്റിക് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം, ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ അത് കോപ്പി ചെയ്യുക. ദെൻ ഗൂഗിൾ ഫ്ലോയിൻ്റെ ലിങ്ക് ഉണ്ട്. ഗൂഗിൾ ഫ്ലോ നിങ്ങൾ ഈ ലിങ്കും ആ പ്രോംപ്റ്റിൻ്റെ പേജിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവരുടെ കുറേ സാമ്പിൾ, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസാണ്, അവരുടെ കുറേ സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക ശരിക്കും. കാരണം ഓരോരോ ക്രിയേറ്റീവ്സ് ആണ് ഇവരിവിടെ ഷോ ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ കണ്ടോ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറെ യാതൊരു ചേഞ്ചസും നിങ്ങൾ വരുത്തരുത്. ഈ പ്രോംപ്റ്റ് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ChatGPT നിന്ന് കിട്ടുന്ന പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുക്കുമ്പോൾ വേറെ യാതൊരു ചേഞ്ചസും വരുത്തരുത്.
ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, ദെൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും ആ സബ്മിഷൻ. സോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചൊരു ഡെമോ കാണിച്ചു തരാം. ഇതാണ് ആ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് ആയത്. സോ അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറും. ഇതാ എക്സാക്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത പ്രോംപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 10 സെക്കൻഡിന് ക്രെഡിറ്റ്സ് യൂസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഫ്രീ ആയിട്ട് തന്നെ 8 സെക്കൻഡിൻ്റെ ഒക്കെ വീഡിയോ കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ചെറിയ ക്രെഡിറ്റ്, ഇതിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 15 ക്രെഡിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അപ്രൂവ് കൊടുത്തു. ദെൻ അപ്പോൾ ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ഈ ഒരു വീഡിയോ നമുക്ക് ജനറേറ്റ് ആയി. ദെൻ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. Oh my gosh, where did you get that dress? പ്ലേ ചെയ്യാം. Oh my gosh, where did you get that dress? സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പ്രൊമോഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഔട്ട് ഓഫ് 10-ൽ ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ പ്രോംപ്റ്റ് ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ്, നിങ്ങൾ ഡൗട്ട് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലീസ് ടൈപ്പ് മൈക്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. ഈ പ്രോംപ്റ്റിൻ്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ പ്രോംപ്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് എടുത്തു വെക്കുക. കാരണം റെക്കോർഡിംഗ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു 1 ദിവസമോ 2 ദിവസമോ ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലിങ്ക് ഇപ്പോൾ തന്നെ കോപ്പി ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഫ്ലോയിൻ്റെ ലിങ്കുമാണ് തന്നിരിക്കുന്നത്, അതും കൂടി ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പോസ്റ്റർ ആദ്യം മേക്ക് ചെയ്യുക. നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിച്ച പോസ്റ്റർ, അതായത് ആ ഹുക്കുള്ള എക്സാക്റ്റ് പോസ്റ്റർ. ആ ഹുക്കുള്ള പോസ്റ്ററിൻ്റെ മെയിൻ ഉദ്ദേശം വെറുതെ ഒരു വീഡിയോ കണ്ടാൽ പോരാ, കാരണം ഇമോഷണലി കണക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്ത ആ ഒരു വീഡിയോ ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്യാം. Oh my gosh, where did you get that dress? കാരണം ആ ഒരു ബൊട്ടീക്ക് ഓണറെ സംബന്ധിച്ച്, ആ ബൊട്ടീക്കിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ, അവരെ സംബന്ധിച്ച് ആ ഒരു ഫോട്ടോ വെറുതെ കാണുമ്പോൾ അവരാരും ബൈ ചെയ്യില്ല. എസ്പെഷ്യലി വുമൻസ്. അവർക്ക് ആ ഒരു ഫീൽ ശരിക്കും കിട്ടിയാൽ മാത്രമേ അവർ ബൈ ചെയ്യുള്ളൂ. സോ ഇതിനു മുമ്പ് മെജോറിറ്റി ബൊട്ടീക്ക് ഓണേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു പോസ്റ്റർ ഇടും, ഒരു ഫോട്ടോ ഇടും, പിന്നെ ബാക്കിയെല്ലാം കൂടി ചേർത്ത് വെച്ച് ഡിഫറെൻറ്റ് കളക്ഷൻ ഇടും. സോ അതിൽ നിന്ന് അവർക്ക് സെയിൽ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും. അവിടെ നിന്നാണ് എല്ലാവരും ഇതേപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഓരോരോ വീഡിയോസ് ചെയ്ത്, ഇത് വെറും 10 സെക്കൻഡേ ഉള്ളൂ. ആ 10 സെക്കൻഡിൽ തന്നെ ആ ഒരു മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർക്ക് ഇത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഫീൽ എന്ന് കിട്ടും. സോ അങ്ങനെ ഓരോരോ ഇമോഷൻ നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കാനുണ്ട്. ഒന്നും കൂടെ പറയാം, അങ്ങനെ ഓരോരോ ഇമോഷൻസ് നിങ്ങളുടെ ബിസിനസ്സിനും കസ്റ്റമർക്ക് കൊടുക്കാനുണ്ട്. ആ ഇമോഷൻ കണ്ടുപിടിക്കുക. ആ ഇമോഷൻ കണ്ടുപിടിച്ച പോസ്റ്ററുകളാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു പോസ്റ്റർ ഫൈനലൈസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഈ ഒരു ഇന്നത്തെ ആ പ്രോംപ്റ്റ് യൂസ് ചെയ്യുക, വീഡിയോ ഉണ്ടാക്കുക. മസ്റ്റായിട്ട് നിങ്ങളത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ആ ഡൗട്ട് അടുത്ത ക്ലാസ്സുകളിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഫീഡ്ബാക്കിനുള്ള ഒരു ലിങ്ക് ഗ്രൂപ്പിലിടാം, അതിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.